ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാം. അടുത്തതാണ് ഷേപ്പ് ടൂൾസ്. അതിൽ ഫസ്റ്റാണ് റെക്റ്റാങ്കിൾ. നോർമലി എന്തൊക്കെ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. ആൻഡ് അടുത്തതാണ് എലിപ്സ് ടൂള്. എലിപ്സ് ടൂള് ഈ റെക്റ്റാങ്കിളിൻ്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞാൽ നോർമലി വരയ്ക്കുമ്പോൾ എലിപ്സാണ് വരിക. ബട്ട് നിങ്ങൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ കറക്റ്റ് സർക്കിളായിരിക്കും വരിക. ഇപ്പോൾ ഈ റെക്റ്റാങ്കിൾ ടൂളിൻ്റെ കാര്യത്തിലാണെങ്കിൽ നോർമലി വരയ്ക്കുമ്പോൾ റെക്റ്റാങ്കിൾ ആയിരിക്കും, ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ സ്ക്വയർ വരും. ഓക്കെ, അതിനായിട്ട് താഴെ കാണുന്നതാണ് പോളിഗൺ ടൂൾ. ഇതിൻ്റെ പ്രത്യേകത ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ട്രയാങ്കിൾ ആയിരിക്കും വരിക. ഇതിൻ്റെ നമ്പേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ട്രയാങ്കിൾ ഹെക്സഗൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പോയാൽ കണ്ടോ, ഇവിടെ പ്രോപ്പർട്ടീസ് പോവുക. പ്രോപ്പർട്ടീസ് താഴോട്ട് പോയാൽ ഇവിടെ കുറേ ഓപ്ഷൻ കാണാം. ഇപ്പോൾ 3 ആണുള്ളത്, അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ കണ്ടോ ഇങ്ങനെ ഷേപ്സ് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ റൗണ്ടഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടത് ഇപ്പോൾ കോർണേഡ് അല്ലേ, സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ റൗണ്ടഡ്നെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് കണ്ടോ കുറച്ചുകൂടി ഇങ്ങനെ റൗണ്ടായി കിട്ടും. ആ കർവി ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് വരും. പിന്നെ ബാക്കിയാണ് സൈസ്, ഹൈറ്റും വിഡ്ത്തൊക്കെയാണ്. അത് നമുക്ക് എല്ലാണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഷേപ്പ് ടൂള്. നിങ്ങളെ ഇവിടെ ഉണ്ടാകുന്ന ടൂളാണ് കേട്ടോ. പെൻ ടൂൾ വെച്ചിട്ടും ഷേപ്പ് വരയ്ക്കുക, ഇത് വെച്ചിട്ടും ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഹാൻഡ് ടൂൾ. എന്താണ് ഹാൻഡ് ടൂൾ നോക്കുക. ഹാൻഡ് ടൂളിന് ഷോർട്ട് കട്ടാണ് H. ജസ്റ്റ് അതിൻ്റെ യൂസ് പറഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നീക്കണം വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെ മാസ്ക് ടൂൾ H ഹാൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നീക്കാൻ പറ്റും. നമുക്ക് ഏത് വാങ്ങണം ജസ്റ്റ് ടൈം ലൈൻ നീക്കണം. എന്താ ഇത് കണ്ടോ ജസ്റ്റ് നീക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സെലക്ഷൻ ടൂളാണ് വിചാരിച്ചത്. V ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ ടൂളാണുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹാൻഡ് ടൂളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒന്നെങ്കിൽ H ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ മൗസിൻ്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കണ്ടോ അങ്ങനെ നീക്കാൻ പറ്റും. ബേസിക്കലി എന്താ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് കേട്ടോ. മൂവ് ചെയ്യല്ല, ജസ്റ്റ് മൊത്തത്തിലൊന്ന് നീക്കാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഹാൻഡ് ടൂൾ കേട്ടോ. മൂവ് ടൂളിൻ്റെ ഡിഫറൻസ്, മൂവ് ടൂൾ നീക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ നീക്കാൻ പറ്റില്ല, സ്ക്രീൻ മൊത്തത്തിലൊന്നും നീക്കാൻ പറ്റില്ല. അങ്ങനെ സ്ക്രീൻ മൊത്തത്തിൽ നീക്കണമെങ്കിലാണ് ഹാൻഡ് ടൂൾ യൂസ് ചെയ്യുന്നത് കണ്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ടെക്സ്റ്റ് ടൂൾ. ടെക്സ്റ്റ് ടൂൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ എന്തൊക്കെ ടെക്സ്റ്റ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് T ആണ്. T ക്ലിക്ക് ചെയ്തു, ഇവിടെ സ്ക്രീനിൽ പോയി ടാപ്പ് ചെയ്താൽ കണ്ടോ ടൈപ്പ് ചെയ്യാനുള്ള റെഡ് കളറിൽ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കാം. നമുക്ക് തൽക്കാലം ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇത് ശരിക്കും എന്താക്കാൻ ഇപ്പോൾ കീ ഫ്രെയിമൊക്കെ കൊടുത്ത് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ആനിമേഷൻ സെക്ഷനിൽ കറക്റ്റ് പറഞ്ഞുതരാം. ഇതെന്താക്കാൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് മാറ്റാൻ പറ്റും. ഇവിടെ കണ്ടോ ഈ ടെക്സ്റ്റ് ടൂൾ ഈ ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്ത ശേഷം പ്രോപ്പർട്ടീസ് പോയാൽ എന്താ ഇവിടെ കുറേ ഫോണ്ട് മാറ്റാൻ പറ്റും. അത് സെലക്ട് ചെയ്യണം കേട്ടോ. സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ മൊത്തം സെലക്ട് ആവും. ഇനി നമുക്ക് ഇവിടെ എന്താക്കാം ഫോണ്ട് മാറ്റാൻ പറ്റും കേട്ടോ. വെറൈറ്റി ഫോണ്ട്സ് ഒക്കെ വെക്കാം. അല്ലെങ്കിൽ എന്താ നമുക്ക് അതിൻ്റെ സൈസ് മാറ്റാൻ പറ്റും, അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റും. ലെഫ്റ്റ് അലൈൻ റൈറ്റിന് കുറേ ഓപ്ഷൻ കേട്ടോ കണ്ടോ. പിന്നെ അപ്പിയറൻസ് പോയാൽ ഇതിൻ്റെ കളർ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ടെക്സ്റ്റ് ടൂൾ. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൂൾ വെച്ചിട്ട് ടെക്സ്റ്റിൻ്റെ ചെറിയ ബേസിക് ആനിമേഷനും ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം കേട്ടോ. ബേസിക്കലി എന്താക്കുക, നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ ചെന്നാൽ കാണാൻ പറ്റും. ടെക്സ്റ്റ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് T ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ലെയർ പോയിട്ട് T ക്ലിക്ക് ചെയ്താലും മതി അല്ല, ഇവിടെ അങ്ങനെ വന്നോളൂ. നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്ക് ഒറ്റ ടൈപ്പ് ചെയ്ത് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടാക്കാൻ പറ്റും. നമുക്ക് വേണ്ട സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് അപ്പോൾ ഇത് കുറച്ചങ്ങ് നീങ്ങിപ്പോയി കേട്ടോ. നമുക്ക് ഇവിടെ കാണണമെങ്കിൽ എന്താക്കുക, ആൾട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടാക്കുക. അപ്പോൾ ഇവിടെയും വരും കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ടെക്സ്റ്റ് ടൂൾ. അപ്പോൾ ഇതിന് കുറച്ച് അഡ്വാൻസായ ആനിമേഷനുകൾ പിന്നെ നോക്കുന്നതാണ്. പിന്നെ നിങ്ങളെ സപ്പോർട്ട് പോലെ ഉണ്ടാവും. സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക, ഇതിൻ്റെ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് എന്താക്കുക ഇനിയും ഇതിൻ്റെ പ്രീമിയർ പ്രോൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഇത് പറഞ്ഞാൽ ബേസിക് എന്താക്കുകയാണ്, നമ്മൾ സാധാരണ ഒരു ഫസ്റ്റ് ഒരാളിത് എടുത്തിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ കാണിച്ചിരുന്നത്. ഓക്കെ, ഇവിടുത്തെ ഇത്രയും ടൂൾസ് നോക്കി. ഇത് പറഞ്ഞാൽ ജനറേറ്റീവ് എക്സ്പാൻഡ് ആണ്. ഇതിന് നമുക്ക് നെറ്റ് ഉണ്ട്, നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. ഇതിൻ്റെ ഇപ്പോൾ തൽക്കാലം നെറ്റ് ഓഫ് ആയതുകൊണ്ട് ഇവിടെ വർക്ക് ആവുന്നില്ല. ജസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ജനറേറ്റീവ് ഒരു AI പോലത്തെ ടൂളാണ്. നിങ്ങൾക്ക് വോയിസൊക്കെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഈ വോളിയത്തിൻ്റെ ഒക്കെ വോളിയം അല്ല, ഇതിൻ്റെ ഓഡിയോൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ കുറച്ചുകൂടി എക്സ്ട്രാ വേണമെങ്കിൽ ഇങ്ങനെ ഈ ടൂൾ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ജനറേറ്റീവ് എക്സ്പാൻഡ് ടൂളാണ്. ഇത് നിങ്ങൾക്ക് നെറ്റ് ആവശ്യം ഉണ്ടാവും. അടുത്ത ഇവിടെ കാണുന്ന 3 ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. അപ്പോൾ ഫസ്റ്റത്താണ് ഇൻസേർട്ട് ടൂൾ, ഇൻസേർട്ട് ആൻഡ് ഔട്ട്റൈറ്റ് ടൂൾ. അതെന്താണ് നമുക്ക് വിശദമായി നോക്കാം. അതിന് മുന്നേ നമുക്ക് നെസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ തൽക്കാലത്തായി സെയിം വീഡിയോ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് വെക്കാൻ പോവാണ്. അപ്പോൾ അതിപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് കിടക്കുന്നത് കണ്ടോ.
ഇതൊരു വീഡിയോ ആണ്, അതിന് ശേഷം ഇതൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഈ എഡിറ്റിംഗ് വീഡിയോയിൽ ഇതെനിക്ക് സെപ്പറേറ്റ് അല്ല, ഒറ്റ വീഡിയോ ആയിട്ടാണ് വേണം. അല്ലെങ്കിൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇതൊന്ന് ഗ്രൂപ്പായി കിട്ടണമെന്ന് വിചാരിച്ചു, 2 വീഡിയോ ഗ്രൂപ്പായി കിട്ടണമെന്ന് വിചാരിച്ചു. അതിനാണ് നെസ്റ്റിംഗ് എന്ന് പറയുക. ഇത് ആഫ്റ്റർ എഫക്ട്സിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രീ കോമ്പോസ് ചെയ്യാമെന്ന് പറയും. സെയിം കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെ നെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ വേണ്ട 2 വീഡിയോ സെലക്ട് ചെയ്തു. ഇതെനിക്ക് ഗ്രൂപ്പാക്കണം, അല്ലെങ്കിൽ നെസ്റ്റ് ചെയ്യണം. അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു, നെസ്റ്റ് ചെയ്തു. അപ്പോൾ കണ്ടൊരു ടൈപ്പ് നമുക്ക് നെസ്റ്റിന് പേരിടാൻ പറ്റും. ഞാൻ തൽക്കാലം നെസ്റ്റ് 1 കൊടുക്കുകയാണ്. ഓക്കെ അടിച്ചു. ഇപ്പോൾ ഇവിടെ കണ്ട ഗ്രീൻ കളറിൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഗ്രീൻ കളറിൽ വന്നാൽ എന്തത് നെസ്റ്റായി എന്നാണ്. പിന്നെ നിങ്ങളെ ഈ പ്രൊജക്റ്റ് പാനലിൽ ഇവിടെ കാണാനും പറ്റും. നമ്മൾ സേവ് ആക്കിയ നെസ്റ്റ് ഇവിടെ ഉണ്ടാവും, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുവിടാൻ പറ്റും. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണത് ഇതൊന്നുകൂടി ഇതിൻ്റെ ഒരു പുതിയൊരു നെസ്റ്റ് അങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച നെസ്റ്റ് ഇത് അങ്ങോട്ട് കൊണ്ടിട്ട്. അവിടെ ഇപ്പോൾ ഇതെന്താ, അത് ഒറ്റ വീഡിയോ ആണ് കണ്ടല്ലേ. എനിക്കിനി പ്രത്യേകിച്ച് എഡിറ്റിങ്ങും ചെയ്യാൻ പറ്റില്ല, അതൊരൊറ്റ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നെസ്റ്റ് കൊണ്ടിടുമ്പോഴും അത് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഒറ്റ വീഡിയോ അല്ലേ, ഇതിന് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടണം. അപ്പോൾ എന്താക്കി ഇത് തൽക്കാലം ഓഫ് ആക്കിയിടുകയാണ്. ഈ കൊണ്ടുപോയിട്ട് കണ്ടതാ, ഞാൻ നെസ്റ്റാണ് കൊണ്ടുവരുന്നത്, പക്ഷേ വരുന്നത് എങ്ങനെയാണ്, സെപ്പറേറ്റ് വീഡിയോ തന്നെ ആയിട്ടാണ് വരുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാം, മറ്റേ ബാക്ക് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത് അപ്പോൾ ഓൺ ആക്കിയിട്ടു. സെയിം വീഡിയോ ആണ് എടുക്കുന്നത്, സെയിം നെസ്റ്റാണ് എടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഓൺ ആക്കിയോടെ എന്താ, നെസ്റ്റിംഗ് ഓണാണ്. കാരണം ഇൻസേർട്ട് ടൂൾ ഓൺ ആയതുകൊണ്ട് നെസ്റ്റിംഗ് ഓണാണ്. ഇനി എന്താക്കി, ഇത് ഓഫാക്കി. ഇതിൻ്റെ സെയിം വീഡിയോ ആണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കണ്ടോ, സെപ്പറേറ്റ് ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ നെസ്റ്റ് എന്താക്കുക, സെപ്പറേറ്റ് ആയി കിട്ടണമെങ്കിൽ ഇത് ഓഫാക്കിയിട്ടാൽ മതി. ഇല്ലെങ്കിൽ എന്താക്കുക, ഒരു ഗ്രൂപ്പായിട്ടേക്ക് നെസ്റ്റിൽ വരിക. അപ്പോൾ അതാണ് ഇൻസേർട്ട് ടൂളിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞാൽ. നമുക്ക് അടുത്ത ടൂളാണ് സ്നാപ്പിംഗ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം ഇതധികം ഡിഫോൾട്ടായിട്ടാണ് നിന്നോട്ടെ. ഇനി അടുത്താണ് ഇതാ സ്നാപ്പ്. അപ്പോൾ എന്താണ് സ്നാപ്പ് നോക്കാം. ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവിടെ വരെയാണെങ്കിൽ ട്രിം ആയി കിട്ടണ്ടേ, ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താക്കി, നോർമലി ഇപ്പോൾ ട്രിം ചെയ്യാൻ പോകണം, ഇങ്ങനെ കൊണ്ടുപോയി. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒരു സ്നാപ്പിംഗ് വരുന്നുണ്ടത്, അങ്ങനെ മെല്ലെ നീക്കുമ്പോൾ കണ്ടോ ഇവിടെ എത്തുമ്പോൾ സ്നാപ്പാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട ഭാഗത്ത് കറക്റ്റ് എന്താക്കുക, സ്നാപ്പായി കിട്ടാമെങ്കിൽ സ്നാപ്പ് ടൂൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഡിഫോൾട്ടായി ഓണായിട്ട് തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി ട്രിം ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ബെനിഫിറ്റ്. ഇനി അടുത്തതാണ് ടൂളാണ് ലിങ്ക് സെലക്ഷൻ. ഇപ്പോൾ ഞാൻ വീഡിയോ നീക്കുമ്പോൾ കണ്ടില്ല, ഇതിൻ്റെ കൂടെ ഓഡിയോ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ ഓഡിയോ അതിൻ്റെ കൂടെ വരണ്ടാന്ന്, ഇത് വേറെ തന്നെ സെപ്പറേറ്റായി വീഡിയോ സെപ്പറേറ്റായി നീക്കണം. അതിനെന്ത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് കണ്ടോ, ഈ ലിങ്ക് സെലക്ഷൻ ടൂൾ ഓഫ് ആക്കിയിട്ടാൽ മതി. ഇപ്പോൾ കണ്ടോ, ജസ്റ്റ് എനിക്ക് ഈ വീഡിയോ അല്ലാണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും കണ്ടോ. കണ്ടോ, ആ വോയിസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതും അധികം എനിക്ക് എപ്പോഴും യൂഷ്വലി എനിക്കിത് ഡിഫോൾട്ടായി ഓണായി തന്നെ നിന്നോട്ടെ. മിക്കവാറും നമ്മൾക്ക് വേണ്ട ഓഡിയോ അതിൻ്റെ താഴെ തന്നെ കിടക്കുന്നതാണ് നല്ലത്. ചേഞ്ച് വരണേ മാത്രം എന്താക്കാം, നിങ്ങൾക്ക് ഇവിടെ അൺലിങ്ക് ചെയ്യുന്ന ഓപ്ഷൻ കൊടുക്കുക, സെലക്ട് ചെയ്ത് കണ്ടോ. ഇപ്പോൾ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട് വേറെ തന്നെ വരുന്നു, ഓഡിയോ വേറെ തന്നെ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും ടൂൾസ്. ഇനി അടുത്ത ഇതെന്താണെന്ന് നോക്കാം, മാർക്ക് ടൂൾ. അതിന് ഷോർട്ട് കട്ട് M ആണ്. നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ടോ ഒരു മാർക്കിംഗ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെന്തെങ്കിലും നമ്മൾ വിചാരിക്കാൻ ഇവിടെയാണ് അടുത്ത ഇപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റിംഗ് നിർത്തി വെക്കുകയാണ്, എനിക്ക് ഇവിടെ വരെയാണ് ചെയ്തത് മനസ്സിലാക്കണം. ഇപ്പോൾ വേണം ഇവിടേക്ക് മാർക്ക് ചെയ്ത് കണ്ടില്ല, മനസ്സിലാവും. പിന്നെ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവച്ച് M ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇവിടെ മാർക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കുക, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാനുള്ള സംഭവമാണ്. നമുക്ക് എവിടെയൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അല്ല എവിടെയാണ് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത് വെച്ചതെന്നൊക്കെ അറിയണമെങ്കിൽ ഇത് മാർക്ക് ചെയ്ത് വെക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, പിന്നെ ഷോർട്ട് കട്ട് പറഞ്ഞാൽ M ആണ്. പിന്നെ ഇവിടെ പോയിട്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ റെഡ് വേണമെങ്കിൽ റെഡ് ആക്കുക, അത് നിങ്ങളെ അനുസരിച്ച് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ കാണുന്ന ടൂൾ. ഓക്കെ, ഇത് തന്നെ അതിൻ്റെ ഡിസ്പ്ലേ സെറ്റിങ്സ് ആണ്, നിങ്ങളെ ഇതിൻ്റെ ചേഞ്ചസ് വരുത്താനുള്ളതാണ്. ഇത് നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ടൂൾസ് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കണ്ടോ, ലിങ്ക് സെലക്ഷനും സ്നാപ്പിങ്ങും ഇൻസേർട്ട് ആൻഡ് ഓവർറൈറ്റ് ടൂളാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇത്രയുള്ള ടൂൾസ്. ഇനി ബാക്കിയുള്ള ടൂൾസ് കൂടെയും ഡിസ്കസ് ചെയ്യാം. പിന്നെ ആഡ് മാർക്കർ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ മാത്രമല്ല ഇവിടെയും കൊടുക്കാൻ പറ്റും കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത കാണുന്നതാണ് ഇത് കണ്ടല്ലോ, ഫ്രെയിം ആൻഡ് ഗ്രിഡ് ഷോ ഗൈഡ്സ്. അതെന്താണ് നോക്കാം നമുക്ക്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഇവിടെ കൊണ്ടുവച്ചു, ഇത് ഓൺ ആക്കിയിടുമ്പോൾ നോക്കിക്കൊണ്ട് കണ്ടോ ഇവിടെ ഒരു ഗൈഡ് വരും. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളെ വിഷ്വൽ കറക്റ്റ് നമ്മൾ ടെക്സ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ താഴോട്ട് പോകത്താണ് നല്ലത്. നമ്മളെന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ ആഡ് ചെയ്യുമ്പോൾ മാക്സിമം ഗൈഡിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെ ഒരു ആൾക്കാരെ വ്യൂ പോയിൻ്റ് വരെ ഈ ഏരിയയിലായിരിക്കും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്താൽ ആൾക്കാരെ ശ്രദ്ധിക്കാൻ പോകുന്നുണ്ടാവില്ല.
അപ്പോൾ നിങ്ങൾ ലോഗോസ് നിങ്ങളെ ആഡ് ചെയ്യുമ്പോൾ എന്താക്കുക ഇവിടെ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാണ്ട് നോക്കുക. ഓക്കെ, നിങ്ങൾ Ctrl+R ക്ലിക്ക് ചെയ്താൽ റൂളർ കിട്ടും കേട്ടോ. നമുക്ക് ഈ ഗൈഡ്സൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അലൈൻമെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ എന്താക്കാം, നമുക്ക് നിങ്ങൾക്ക് ഗൈഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. Shift+R ആണ് ഷോർട്ട് കട്ട്. Shift+R ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, സോറി Ctrl+R ആണ് ഷോർട്ട് കട്ട്. Ctrl+R ക്ലിക്ക് ചെയ്താൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താലേ പോകും. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്ത് എന്തൊക്കെയാണ്, ബേസിക്കായുള്ള ഷേപ്പ് ടൂളാണ്, അതിനുശേഷം ഹാൻഡ് ടൂൾ നോക്കിയിട്ടുണ്ട്, പിന്നെ ടെക്സ്റ്റ് ടൂൾ നോക്കി, അതുപോലെ നെസ്റ്റിങ്, സ്നാപ്പിങ്, മാർക്ക് ടൂൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബേസിക് കാര്യങ്ങളായിരിക്കും അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം എന്താക്കുക അത് ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ സീ യു സൂൺ ആൻഡ് താങ്ക് യു.